ഹലോ, എല്ലാവർക്കും എയർ ജോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് എനിക്കിനി മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്ന പ്രതീക്ഷയുള്ള കുറച്ച് പടങ്ങളുണ്ട്. ഒരു ബിഗ് ബഡ്ജറ്റും അല്ലാതെയൊക്കെയുമായിട്ട് പ്രതീക്ഷയുള്ള പടങ്ങൾ. മലയാള സിനിമയിൽ സീൻ മാറിക്കൊണ്ടിരിക്കുന്നു, സീൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഡയലോഗുകൾ. തീർച്ചയായിട്ടും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ തുറന്നിട്ടിരിക്കുന്നത് ഒരു വലിയ വാതിലാണ്. അതിലൂടെ ആ ഒരു വാതിലിലൂടെ ഇനി പുറത്തേക്ക് സഞ്ചരിക്കാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം അത് തുടങ്ങാൻ പോകുന്നത് ആടുജീവിതത്തിലൂടെയാണ്. മാർച്ച് 28 സിനിമ റിലീസാകും. തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന പടമാണെന്ന് ആ ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ AR റഹ്മാന്റെ സോങ്സ്, അതേ കണക്ക് വിഷ്വൽസ്, രാജുവേട്ടന്റെ ട്രാൻസ്ഫോർമേഷൻസും ആക്ടിങ്ങും, ബ്ലസ്സിസാറിന്റെ ഡയറക്ഷൻ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു അവാർഡുകളുടെ കാര്യത്തിൽ എന്തായാലും ആടുജീവിതം ഒരു കൊയ്ത്ത് കൊയ്യും. അടുത്ത സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡുകളിലെല്ലാം ആടുജീവിതം ഒരു കൊയ്ത്ത് തന്നെ കൊയ്യും. പക്ഷേ അറിയേണ്ടത് ബോക്സ് ഓഫീസ് പെർഫോമൻസ് എങ്ങനെ ആയിരിക്കുമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് റിപ്പോർട്ട്സ് ആണെങ്കിൽ ഓക്കെ, ജനങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള സംഭവങ്ങളൊക്കെ കാണും. അതിലേക്ക് ജനങ്ങളെ എത്തിക്കാനായിട്ട് സാധിച്ചാൽ മലയാള സിനിമ ശരിക്കും സീൻ മാറാൻ പോകുന്നത് ആ ഒരു സിനിമയിലൂടെ ആയിരിക്കും. എല്ലാ ടെറിട്ടറികളിലും ഹയസ്റ്റ് ഗ്രോസ് ആയിട്ട് ഈ ഒരു സിനിമ വിജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം പേഴ്സണലി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 11 ഒരു വലിയ ക്ലാഷ് റിലീസുകൾ, വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ പടം, അതിനൊക്കെ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി ഒക്കെ ഉള്ള ഒരു പടം. നമുക്കറിയാം ഹൃദയം എന്ന സിനിമ തമിഴ്നാട്ടിൽ നല്ല ഹിറ്റായ ഒരു പടമായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഹൃദയത്തിന്റെ ഡയറക്ടറും ഹീറോയും വീണ്ടും ഒന്നിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ എന്താ പറയുന്നത്, ഒരു പ്രൊമോഷൻ അവിടെ കൊടുത്താൽ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിന് ഒരു ഹൈപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആവേശം, ഫാഫയ്ക്ക് തമിഴ്നാട്ടിലുള്ള ഫാൻ ബേസിനെ പറ്റി ഇനി ആർക്കും ഒരു തർക്കം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മാമന്നൻ എന്ന സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ഫഹദ് ഫാസിൽ എന്ന ആക്ടറിനെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത്. അതേപോലെ തന്നെ തെലുങ്ക് സ്റ്റേറ്റ്സിലാണെങ്കിൽ പുഷ്പ, അതേപോലെ കേരളത്തിന് വെളിയിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ. സോ ആ ഒരു രീതിയിൽ ബാക്കിയുള്ളവർത്തൊക്കെ ഒന്ന് പുഷ് ചെയ്തൊന്ന് പ്രൊമോഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ ഒരു സിനിമയും ഒരു വൈറൽ ഹിറ്റ് ആവാനായിട്ടുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്നൊരു പടം ഹിറ്റായതോടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു ചെറിയ പടത്തെയും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഒന്നെങ്കിൽ ബാഹുബലി അല്ലെങ്കിൽ KGF പോലെ ഒരു ബ്രഹ്മാണ്ഡ പടം മലയാളത്തിൽ വന്നാൽ മാത്രമേ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ഉണ്ടാകത്തുള്ളൂ എന്നാണ് നമ്മളിൽ പലരും ഒക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നൊരു ചെറിയ പടം 100 കോടിയും 150 കോടിയൊക്കെ കളക്ഷൻ വാരിക്കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം 50 കോടിയോളം രൂപയ്ക്ക് അടുത്ത് വരെ എത്തി നിൽക്കുന്നു കളക്ഷൻ. ആ ഒരു രീതിയിൽ ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന പടം. ഓക്കെ, അപ്പം നമുക്കറിയാം ഓരോ ചെറിയ പടങ്ങളെയും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. വർഷങ്ങൾക്ക് ശേഷവും ആവേശവും ഇനിയിപ്പോൾ ജയ് ഗണേഷ് ഒരു സൂപ്പർ ഹീറോ പടമായിട്ടാണ് പടം വരാൻ പോകുന്നതെന്ന് അറിയുന്നു. തീർച്ചയായിട്ടും ഉണ്ണിമുകുന്ദനും ഇതേണക്ക് തന്നെയാണ്. തമിഴ്നാട്ടിലായാലും തെലുങ്ക് സ്റ്റേറ്റ്സിലൊക്കെ ആയാലും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് ആണ്. ഉണ്ണിമുകുന്ദന്റെ ഒരു തമിഴ് പടം ഇറങ്ങാൻ പോകുന്നുണ്ട്, ഗരുഡൻ എന്ന് പറയുന്ന പടം. സൂര്യയും അതേണക്ക് ശശികുമാറും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ വരുന്നൊരു പടം. അതേ കണക്കൊക്കെ പടങ്ങൾ ചെയ്ത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഉണ്ണിമുകുന്ദൻ. സോ ആ ഒരു പടവും ചിലപ്പോൾ ഒരു ഹിറ്റ് അടിച്ചാൽ നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. അത്തരത്തിലാണ് ഇപ്പൊ സിനിമയുടെ ഒരു പോക്കെന്ന് പറയുന്നത്. നല്ല കണ്ടന്റ് ഉണ്ടോ, പടം ഹിറ്റ് ആണ്. അപ്പം എനിക്ക് പ്രതീക്ഷയുള്ള പടങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം ആവേശം, ജയ് ഗണേശ്, അതിനു മുമ്പ് ആടുജീവിതം. പിന്നെ മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു ബ്രഹ്മാണ്ഡ പടം എന്ന് തന്നെ പറയാം, ബെറോസ്. മെയ് 16 പടം ഇപ്പം റിലീസ് ഡേറ്റ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അറിയാം, ഇത് പറയുമ്പോഴത്തേക്കും പലരും നെറ്റി ചുളിക്കുന്നുണ്ടാകും. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല കേട്ടോ. കാരണം ഓരോ ബെറോസിന്റെ പോസ്റ്റുകൾക്ക് താഴെയും ഹാ റിയാക്ഷനും അതേ കണക്ക് ട്രോളുകളും ഒക്കെ എന്തിനാണെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആക്ടിങ് സ്കിൽസിൽ ആർക്കും ഒരു സംശയമില്ല, അദ്ദേഹത്തിനുള്ള എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ആക്ടർ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എന്തുകൊണ്ട് അത് ട്രോൾ ചെയ്യപ്പെടുന്നു? പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുകയല്ലേ വേണ്ടത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടമാണ് ബെറോസ്. തീർച്ചയായിട്ടും അതിന്റെ 2 പോസ്റ്റേഴ്സ് അല്ലാതെ വേറൊരു ടീസറോ അങ്ങനെ ഒന്നും ഇതുവരെയും പുറത്ത് വിട്ടിട്ടില്ല. സോ അങ്ങനെ ഒരു പടത്തെ വെറുതെ ഒരു കാര്യമില്ലാതെ പരിഹസിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ എന്തായാലും ബെറോസ് എന്ന പടത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ പടം വന്നിട്ട് കൊള്ളത്തില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്. കാരണം പടത്തിന്റെ ഒരു അപ്ഡേറ്റും അങ്ങനെ കൂടുതലായിട്ട് വരാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു പടം ട്രോൾ ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പടം നാളെ മോശമാണെങ്കിൽ ഞാനും മോശമാണെന്ന് തന്നെ പറയും. സോ അടുത്ത എനിക്ക് ഏറ്റവും പ്രതീക്ഷ ഉള്ളൊരു പടം മമ്മൂക്കയുടെ ടെർബോ. വൈശാഖ് സംവിധാനം ചെയ്യുന്ന പടം. ഒരു ആക്ഷൻ കോമഡി എന്റർടൈനർ ആയിട്ടാണ് പടം വരാൻ പോകുന്നത്. വൈശാഖ് മമ്മൂക്ക കോംബോ മധുരരാജയ്ക്ക് ശേഷം ഒന്നിക്കുന്നു. പക്ഷേ ഒരു കിടിലൻ പടം തന്നെ. തീർച്ചയായിട്ടും വൈശാഖിന് ഒരു കംബാക്ക് ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. മോൺസ്റ്റർ എന്ന പടം എടുത്ത് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പടം കൂടിയാണ് ടെർബോ. തീർച്ചയായിട്ടും മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും ഒരു ഗംഭീര പടമാകട്ടെ. കാരണം ഈ ഒരു പടം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ മമ്മൂക്കയുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുവരെ കണ്ടതൊന്നും ഒന്നുമല്ല. അങ്ങനെ ഒരു പടം മമ്മൂക്കയുടെ മാക്സിമം പൊട്ടൻഷ്യൽ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു പടം ഇതുവരെയും മമ്മൂക്കയുടെ ഒരുപാട് പടം പോസിറ്റീവ്സ് കിട്ടിയെങ്കിലും ആ ഒരു മമ്മൂക്കയുടെ മെഗാസ്റ്റാർ എന്ന ആ ഒരു പദവിക്ക്, ആ ഒരു പദവിയെ ചോദ്യം ചെയ്യുന്ന കണക്കൊരു പടം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ടെർബോ എന്ന പടത്തിന് പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസ് ഒന്ന് കുലുങ്ങും. അടുത്ത് ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കത്തനാർ. റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമ. ജയസൂര്യ കത്തനാരായിട്ട് വരുന്നു. അനുഷ്ക ഷെട്ടി
മീലി ആയിട്ടാണോ എന്തായിട്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും അനുഷ്ക ഷെട്ടിയും സിനിമയ്ക്കകത്തുണ്ട്. ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് അനുഷ്ക ഷെട്ടി ഈ അടുത്താണ് സെറ്റിൽ ജോയിൻ ചെയ്തത്. അപ്പം ആ ഒരു കത്തനാർ എന്ന പടം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. തീർച്ചയായിട്ടും നല്ല കിടിലൻ സാധനമായിരുന്നു. അതുവരെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ലായിരുന്നു ആ ഒരു ഗ്ലിംസ്. അതിനുശേഷമാണ് ഈ ഒരു ഹൈപ്പ് കൂടിയത് തന്നെ. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കത്തനാർ. ഗോകുലം മൂവീസ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പടം അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോ പടം. ആ ഒരു പടത്തിനായിട്ടും ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അടുത്തത് ഞാൻ കാത്തിരിക്കുന്നത് ഒരു കുഞ്ഞു പടമാണ് കേട്ടോ. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന അടുത്ത ഒരു ത്രില്ലർ പടം. ദൃശ്യം 3 അല്ല, അതിനു മുമ്പ് ഒരു കോൺസ്റ്റബിൾ റോളിൽ ലാലേട്ടൻ വരുന്നുവെന്ന് അറിയുന്നു. അപ്പോൾ ആ ഒരു പടം ഡിസംബർ മാസം 2024 ഡിസംബർ മാസം റിലീസാകുന്ന രീതിയിൽ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമെന്നും അറിയുന്നു. സോ ആ ഒരു പടത്തിനായിട്ട് കാത്തിരിക്കാനായിട്ട് ഇനി വേറെ ഒന്നും വേണ്ടല്ലോ. ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പോയിൽ വരുന്ന ഒരു ത്രില്ലർ പടം അത്രത്തോളം മാത്രം മതി അതിനായിട്ട് കാത്തിരിക്കാനായിട്ട്. സോ ആ ഒരു പടത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഏറ്റവും വലുതായിട്ട് വളരെ വലിയ ഒരു എക്സ്പെക്ടേഷനോടുകൂടി ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമ, മലയാള സിനിമ, അഭിമാനത്തോടെ പറയാം, എമ്പുറാൻ. മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പടമാകാൻ സാധ്യതയുള്ള ഒരു പടം. മോഹൻലാൽ ഫാൻസ് മാത്രമല്ല, മമ്മൂക്ക ഫാൻസും മലയാള സിനിമ സ്നേഹികളെല്ലാം ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു പടം. ആ ഒരു പടത്തിനായിട്ട് കാത്തിരിക്കാൻ ഇനി വേറെന്ത് കാരണമാണ് വേണ്ടത്? ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന, വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ഇനിയിപ്പം പ്രതീക്ഷയുടെ അമിതഭാരോ എന്താണേലും എൻ്റെ പ്രതീക്ഷ കുറയ്ക്കാനായിട്ട് സാധിക്കത്തില്ല. എംബ്രാനിലുള്ള എൻ്റെ പ്രതീക്ഷ കുറയ്ക്കാൻ സാധിക്കത്തില്ല. സോ അത്രയ്ക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എംബ്രാൻ. മലയാള സിനിമയിലെ സീൻ മാറ്റാൻ സാധ്യതയുള്ള, ഇനിയും സീനുകൾ മാറ്റാൻ സാധ്യതയുള്ള സിനിമകളെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതേപോലെ സീൻ മാറുമെന്ന് തോന്നുന്ന ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.